എടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കല്യാണം കഴിഞ്ഞ് സർവരം യാത്രയാക്കി അവസാനം കുളിച്ചൊരുങ്ങിയിട്ട് പുതുമണവാട്ടിയോടൊപ്പം മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ ദീൻ പഠിച്ച പെണ്ണ് പറയുമിക്കാ ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുകയാ. അവര് നേരത്തെ ഫോൺ വിളിച്ച് സർവ്വതും ഷെയർ ചെയ്തവരല്ല. കല്യാണം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് പുതിയ പളയുമായി രണ്ടുപേരും കൂടെ മണിയറക്കകത്തിരിക്കുമ്പോ ഭാര്യ എഴുന്നേറ്റ് നിന്നിട്ട് പറയുമിക്കാ ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുകയാ, നമ്മളെ ജീവിതം തുടങ്ങുകയാ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഒരുമിച്ച് നിസ്കരിക്കാം. ഇക്ക ഇമാമത്ത് നിൽക്ക്, എനിക്ക് എന്റെ ഇക്കാടെ പുറകിൽ നിന്നൊന്ന് നിസ്കരിക്കണമിക്കാ. പുതുമണവാട്ടി തന്റെ ഭർത്താവിന് പുതിയ പളയ ഉളുവെടുപ്പിച്ചിട്ട് മണിയറക്കകത്ത് മുസല്ല വിരിക്കണമെടി പൊന്നുമോളെ. ചെറുപ്പക്കാരാ, മണിയറക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ഭർത്താവ് ഭാര്യയുടെ ഇമാമത്തായി നിന്ന് 2 റക്അത്ത് നമസ്കരിക്കണമടാ. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ പുതിയ പളയോട് പറയുന്നു, ഇച്ചാ എന്റെ തലയിലൊന്ന് കൈവച്ചിട്ട് ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ. പുതിയ പെണ്ണിന്റെ തലയിൽ കൈവച്ചിട്ട് ഭർത്താവ് ദുആ ചെയ്യണമെന്നാ. എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, അവളല്ലേടാ ഭാര്യ. അങ്ങനെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ കിടന്നുറങ്ങി. രാവിലെ 4 മണിയായപ്പോ അല്ലാഹുവേ അലാറം വെച്ചെഴുന്നേക്കുകയാണ്. ഇക്കാ എഴുന്നേക്കിക്കാ, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായി, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായി. അല്ലാഹുവേ, ഇന്നലെ വരെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയണ്ട. ഇന്നലെ വരെ എന്റെ ഇക്ക സുബഹി നിസ്കരിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ എനിക്കറിയണ്ട ഇക്ക. പക്ഷേ ഇന്നു മുതൽ എന്റെ ഇക്ക തഹജ്ജുദ് നിസ്കരിക്കണം. ഇക്ക എഴുന്നേറ്റ് കുളിച്ചിട്ട് വുളുവെടുത്തിട്ട് വാ, നമുക്ക് ഒരുമിച്ച് തഹജ്ജുദ് നിസ്കരിക്കാം, നമുക്ക് ഒരുമിച്ച് സുബഹി നമസ്കരിക്കാം. ഇങ്ങനെ വിളിച്ചുണർത്തുന്ന ഒരു പെണ്ണിനെ കിട്ടണേടാ ചെറുപ്പക്കാരാ. അത് ദീനുള്ള പെണ്ണിനെയേ കിട്ടൂ, അത് ദീനുള്ള പെണ്ണിനെയേ കിട്ടൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ളവരെ നിങ്ങൾ പരിഗണിക്കണേ. വാപ്പാ, പോറ്റി വളർത്തിയ പൊന്നാരമകളെ ദീനില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കല്ലേ. കണ്ണുനീരാ, കണ്ണുനീരാ നിന്റെ പൊന്നുമക്കളുടെ നാശമാ. അതുകൊണ്ട് നിനക്ക് സ്വർഗം വേണോ? നിന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ സൗന്ദര്യത്തിനെക്കാല്, പണത്തിനെക്കാല്, കുടുംബ മഹിമയെക്കാല് അല്ലാഹുവിന്റെ ദീനിന് പരിഗണന കൊടുക്ക്. അല്ലാഹുവിന്റെ പേടിയുള്ള ഒരുത്തനെ പെണ്ണ് കെട്ടിച്ചു കൊടുക്ക്.